ഹലോ ഗൈസ്, കിത്തുവാണ് ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ മൈൻഡിൽ തോന്നിയൊരു ഐഡിയയാണ്. അതായത് നമ്മളെല്ലാവരും പറയുമല്ലോ, ഈ നമുക്കൊക്കെ സമയം കളയാനായിട്ട് മൊബൈൽ ഫോണിലെ ഗെയിമും യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. പക്ഷേ ഈ പ്രായമായവരെങ്ങനെ സമയം കളയും എന്ന് നമ്മൾ പലപ്പോഴും പറയും. പ്രായമായ ആൾക്കാർ എങ്ങനെ സമയം കളയും നമുക്ക് അറിയത്തില്ല എന്ന് പറയും. ഇനി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഞാനായിട്ട് ഒരു റിസ്ക് എടുക്കുവാണ്. ഇനി അവർ പറഞ്ഞു തരാൻ വില്ലിങ് അല്ലെങ്കിൽ നമുക്ക് ഈ ടാസ്ക് ഇവിടെ നിർത്തേണ്ടതായിട്ടുണ്ട്. ടാസ്ക് അല്ല, ചലഞ്ച്. അതായത് ഒരുപക്ഷെ അവർ പറഞ്ഞു തരും എങ്കിൽ നമുക്കത് ഇടാം, അല്ലെങ്കിൽ അത് ഇടാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുക. അതായത് എല്ലാവരുടെ എല്ലാ സൈഡിലിരിക്കുന്നവരുടെ അല്ല ഞാൻ ചോദിക്കുന്നത്, പ്രായമായവരടുത്ത്, അത്യാവശ്യം പ്രായമുള്ളവരടുത്താണ് ഞാൻ ചോദിക്കുന്നത് ഇത്. ഓക്കെ, അപ്പം അത് എനിവേ വേറൊരു വീഡിയോ അതിടാം. പക്ഷേ അത് ലോങ് വീഡിയോ ആണ്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം എൻ്റെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോടൊക്കെ നിൽക്കുമെന്ന് പറയുമ്പം അത് ടെമ്പററി നിൽക്കും. കാരണം ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന ഞാൻ പഠിക്കുന്ന കോഴ്സിൻ്റെ ഫസ്റ്റ് സെം എക്സാമിനേഷൻ ഇതാ ഇപ്പം നടക്കുന്നേ ഉള്ളൂ. കോഴ്സ് ലേറ്റൻസി ആയതുകൊണ്ടാണ്, എക്സാം ലേറ്റൻസി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ. ഓക്കെ, എനിവേ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. യെസ്, അങ്ങനെ ദൈവം പ്രാർത്ഥന കേട്ടോ എന്ന് തന്നെ പറയാം. പവർ ടീമിൻ്റെ ആ ഒരു പവർ തീർന്ന്, പവർ ടീമിന് വേണ്ട എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞ് നൈസായി. നല്ല കാര്യമായി. ഇനി പവർ ടീമിൻ്റെ അകത്ത് കിടന്ന് ഇകളിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, അഹങ്കരിക്കാമെന്നും ആരും വിചാരിക്കേണ്ട. പവർ ടീമിൽ കയറി അയ്യോ നോമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞ് നടക്കാനും ആരും നോക്കണ്ട. പവർ ടീം എടുത്ത് കളഞ്ഞു. അതിൻ്റെ നോമിനേഷൻ പ്രക്രിയ എല്ലാം ഡിലീറ്റഡ് ബൈ ദ ബിഗ് ബോസ്. അതിന് മുമ്പേ ഈ അന്ന് ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ നേരെ ലാലേട്ടൻ നേരെ സാബുമോനെയും ശ്വേതാമേനോനെയും വീഡിയോ കോളിൽ വിളിച്ചു. അവർ സാബുമോൻ തുറന്നടിച്ച് പറഞ്ഞു എല്ലാം. സാറേ, അത് 7 സ്റ്റാർ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ചെന്ന് കയറിയപ്പം കറക്റ്റ് റോഡിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു പെട്ടിക്കട അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പോലെയാണ് തോന്നിയതെന്നാണ് സാബുമോൻ പറഞ്ഞത്. ഉറപ്പ് 100%. പിന്നെ അതിൻ്റെ അകത്തുള്ള ആർക്കും ഒരു പരസ്പര വിശ്വാസമോ പിന്നെ പരസ്പര സ്നേഹമോ ഒന്നുമില്ല എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇത് അവസാനം അവിടെ ഗസ്റ്റായിട്ട് വന്ന സാബുമോൻ തന്നെ പറഞ്ഞു. അതായത് അവിടെ ഉള്ള ആർക്കും പരസ്പരം അങ്ങോട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷനോ ഒരു നല്ല സുഹൃത്ത് ബന്ധമോ ഒന്നും ഇല്ല എന്ന് സാബുമോൻ തന്നെ പറഞ്ഞു. അപ്പോൾ അവർ ഹൗസിനകത്തുള്ള ആൾക്കാരെന്നെ ഞെട്ടി, അങ്ങനെ തന്നെയാണോ എന്നല്ല. ഏതായാലും അത് പറഞ്ഞ് നന്നായി. അതിനുശേഷം പിന്നെ റസ്മിൻ കാണിച്ച പ്രവൃത്തിയോട് ലാലേട്ടൻ നേരെ പറഞ്ഞു, നല്ലോണം പറഞ്ഞു. അത് മോശമാണെന്ന് സിജോയും പറഞ്ഞു. അപ്പം റസ്മിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ഉടനെ റസ്മിൻ പുറത്ത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നീട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പം അന്നത്തെ കാര്യം പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം ഇല്ല. ഓക്കെ, അതവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നതാണ് നമ്മളെ ഈ പവർ ടീമിൻ്റെ കേസ് എന്ന് പറയുമ്പം അവർ കുറേ പേര് ഈ അഹങ്കാരത്തോടു കൂടി പവർ ടീമിൽ കയറിയിട്ട് എന്നെ ഇനി ആരും നോമിനേറ്റും ചെയ്യത്തില്ല, ആരും എടുത്തും കളയാൻ പോണില്ല, അതുകൊണ്ട് എനിക്കിനി പവർ ടീമിൻ്റെ അകത്ത് കയറി കിടന്നിട്ട് എന്തിനു വേണോ കാണിക്കാം എന്നുള്ളത്. കാരണം ബിഗ് ബോസ് ഹൗസിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻസിയെക്കാളും പവർ കൊടുത്ത് ഒരു പവർ ടീമിനെ വയ്ക്കാമെങ്കിൽ, ബാക്കി എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ജസ്റ്റ് ക്ഷമിക്കുക. അതായത് ക്യാപ്റ്റൻസിയെക്കാളും പവർ ഉണ്ടെന്നാണ് ഈ പവർ ടീം. പിന്നെ എന്തിനാ ഈ ക്യാപ്റ്റനെ വെച്ചേ? അല്ലെങ്കിൽ ക്യാപ്റ്റൻ വേണ്ട, ഒരു പവർ ടീമിനെ വെച്ചാൽ പോരെ, ഒരാഴ്ചത്തേക്ക് ഒരു പവർ ടീം. പക്ഷെ നോമിനേഷനും എല്ലാം വേണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ചുമ്മാ ക്യാപ്റ്റനെയും വെച്ച് പവർ ടീമിനെയും വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പവർ ടീം തന്നെ ഓരോ ആൾക്കാർക്ക് കൊടുക്കണം. ഞാൻ തുറന്നു പറയാം, ക്യാപ്റ്റൻസിയിൽ ക്യാപ്റ്റൻ്റെ അവിടുത്തെ റോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫ്ലോർ ക്ലീനിങ് ആര്, പിന്നെ ബാത്റൂം ക്ലീനിങ് ആര്, കിച്ചൺ ഡ്യൂട്ടി ആര്, ഇത്രയും പേർക്ക് ഡ്യൂട്ടി കൊടുക്കുന്നത് മാത്രമാണ് ക്യാപ്റ്റൻ്റെത്. ക്യാപ്റ്റൻ പോയി നോക്കുമ്പം അവിടെ നോക്കേണ്ട കാര്യമില്ല. അവിടെ നേരെ പവർ ടീമിലുള്ള ആൾക്കാർ കാണും. പിന്നെ ക്യാപ്റ്റന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി.
ഉറങ്ങിയ പട്ടി വരിക, അത് വേറെ കാര്യം. ക്യാപ്റ്റനെ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇനി ക്യാപ്റ്റൻ അത് മൈൻഡ് ചെയ്താലും പ്രശ്നമാണ്, മൈൻഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആ ക്യാപ്റ്റനെ അടുത്ത നോമിനേഷൻ ഇടും. മൈൻഡ് ചെയ്ത് ഓവറായിട്ട് റോള് കളിക്കാമെന്നും പറഞ്ഞ് പവർ ടീമും ക്യാപ്റ്റനും റെഡിയാവും. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനവും. അതാണ് ഇപ്പം ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി പവർ ടീം കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു ഇത് കൊണ്ടുവരുമോ എന്തോ അറിയത്തില്ല. പവർ ടീം കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരാനാണെങ്കിൽ ഐ ഡോണ്ട് അഗ്രി വിത്ത് ഇറ്റ്. പേഴ്സണലി ഐ ഡോണ്ട് അഗ്രി വിത്ത് ഇറ്റ്. കാരണം എന്ന് പറയുമ്പം ഈ പവർ ടീം പോണത് തന്നെ ഒരു ആശ്വാസമാണ്. ഇപ്പം തന്നെ വീട്ടിനകത്ത് എത്ര ആൾക്കാരുണ്ട്? കുറേ പേരുണ്ട്. ഇനി ഇപ്പം 65 ദിവസം ആകാൻ പോണ്. ഇനി ഒരു 95 ദിവസം ആയാലും പവർ ടീം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആൾക്കാരും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നേനെ. ഈ ഞാൻ പറഞ്ഞ ഇത്രയും ആൾക്കാരും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നേനെ. പക്ഷേ ഈ പവർ ടീം പോവുകയാണെങ്കിൽ നോ വറി. പവർ ടീം പോവുകയാണെങ്കിൽ സിമ്പിൾ, ജസ്റ്റ് ആൾ നല്ലോണം കുറയും, അടി നല്ലോണം കൂടും. അടി കാണാനായിട്ട് പറയുമല്ല, അടി എല്ലാം നല്ലോണം കൂടും. പിന്നെ ഇൻഡിവിജ്വൽ ഗെയിം ഇനി നമുക്ക് കാണാം. അവിടെ ടീം പ്ലേ അല്ല, ഇനി ഇൻഡിവിജ്വലായിട്ട് ആൾക്കാർ കളിക്കുന്നത് നമുക്ക് കാണാം. ഈ പവർ ടീമിൻ്റെ പവറും കൂടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടാനൊക്കെ നോക്കും. പിന്നെ ചില ആൾക്കാരൊക്കെ ഓരോ സൈഡിലും മൂലയ്ക്കൊക്കെ ആയിട്ട് പോയിരിക്കുന്നത് കാണാം. അതൊക്കെ ജസ്റ്റ് പക്ഷേ ഈ വീക്കെൻഡിൽ ജസ്റ്റ് മൂലയ്ക്ക് പോയി ഇരുന്നില്ല കേട്ടാ. ഞാൻ ഉദ്ദേശിച്ച ആളെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. എല്ലാ പ്രതികരണ ശേഷിയും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എനിവേ നല്ലൊരു തീരുമാനം എന്നാണ് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കാണുന്നു ഇനിയും 4 പേർ വരുന്നു, 5 പേർ വരുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് ഇവിടെ നടക്കില്ല, അത്രേ ഉള്ളൂ. അതൊന്നും ഇവിടെ ഇനിയില്ല. ഇനി 5 പേരെയൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ അവരെയൊക്കെ വെറുതെ നോമിനേറ്റ് ചെയ്ത് കളഞ്ഞാലേ പറ്റൂ. ബിഗ് ബോസ് ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആണ്. നിങ്ങൾ എന്തിനാ ഇനി എത്ര ആൾക്കാരെ കൊണ്ടുവന്നാലും അവർ പറയുന്ന ആളെ ജയിക്കൂ. നമ്മളായിട്ട് ഇനി ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവരെത്ര ആൾക്കാരെ കൊണ്ടുവന്നാലും ഒന്നി എന്ന് പറയത്തില്ല, അവർ പറയുന്ന ആളെ ജയിക്കൂ, എത്ര ആളെ കൊണ്ടുവന്നാലും. ഓക്കെ, എനിവേ അപ്പോൾ പവർ ടീം കളഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഗൈസ്. എനിവേ താങ്ക് യു. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ ഗൈസ്, ഞാൻ ബ്ലോഗർ കിത്തു. ടാറ്റ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.